ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 9. പ്രകൃതിയും അസ്തിത്വവും. പഞ്ചഭൂതങ്ങളും മനുഷ്യൻ്റെ ആചാരങ്ങളും. ജീവിതം എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് അറിയുവാൻ മനുഷ്യൻ എന്നും ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എല്ലാ ആചാരങ്ങളും കീഴ്നടപ്പുകളും പാരമ്പര്യങ്ങളും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പുരാതന മനുഷ്യൻ പ്രകൃതിയെയും അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും ആരാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അവയ്ക്കെല്ലാം അയാളുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അയാൾ സ്വയം പരിപാലിക്കുവാനും പ്രകൃതി ശക്തികളിൽ നിന്ന് പ്രതിരോധിക്കുവാനും പഠിച്ചു. തീവ്രവും ക്രമരഹിതവുമായ ചുറ്റുപാടുകളും സംഭവങ്ങളും നിറഞ്ഞ സമുദ്രവും ധ്രുവങ്ങളും പോലുള്ള അരക്ഷിതമായ മേഖലകളിലേക്കും കടന്നു ചെല്ലുവാൻ അയാൾ ധൈര്യപ്പെട്ടു. അവയെ ആരാധിക്കുകയും അവയോട് കൃതജ്ഞത പറയുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഉത്കർഷതാബോധത്തെ നിയന്ത്രിച്ചു. അയാളുടെ ചിന്തിക്കുന്ന മനസ്സ് അധികാര ശ്രേണികൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി. പ്രകൃതി ശക്തികളിൽ ഒന്ന് മറ്റുള്ളവയേക്കാൾ മികച്ചു നിൽക്കുന്നതായും നേരിടുന്ന എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കുവാൻ അതിന് കഴിവുള്ളതായും അയാൾ കണ്ടു. തീ ദേവതകൾക്കുള്ള അർപ്പണങ്ങളെ എത്തിക്കുവാനുള്ള ഒരു മാധ്യമമായി അതിനെ ഉപയോഗിക്കാമെന്ന് അയാൾ കണ്ടെത്തി. പ്രാർത്ഥനകൾ വിവിധ ദൈവങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ളതാണ്. അർപ്പണ വസ്തുക്കളെ ഉദ്ദേശിക്കുന്ന ദേവതയ്ക്ക് എത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തീയിലിടുന്നു, അതായത് ഹോമിക്കുന്നു. അങ്ങനെ ഹോമം എന്ന ചടങ്ങുണ്ടായി. വെള്ളത്തിന് തീയിനെ കെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്നാൽ ഈ പ്രക്രിയയിൽ വെള്ളം മലിനമാക്കപ്പെടുന്നു. ഏത് വസ്തുവിനെ ദഹിപ്പിച്ചാലും അഗ്നി കളങ്കപ്പെടുന്നില്ല. മലിനീകരണത്തെ അതിജീവിക്കുന്ന ഒരേയൊരു പ്രകൃതി ശക്തി അഗ്നിയാണ്. കാലക്രമത്തിൽ മനുഷ്യൻ അനുഷ്ഠാനങ്ങൾക്ക് അതീതമായി ചെന്ന് തൻ്റെ ജീവിതത്തിൽ കൂടുതൽ ആഴങ്ങൾ ഉണ്ടെന്ന് കാണുവാൻ തുടങ്ങി. പ്രകൃതി ശക്തികളെയെല്ലാം കൂട്ടിയിണക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മറ്റെന്തോ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ സൂക്ഷ്മ ആകാശത്തെ കണ്ടെത്തി. സൂക്ഷ്മ ആകാശം വായു, തീ, വെള്ളം ഇവയേക്കാളെല്ലാം സൂക്ഷ്മമായതും അറിയാൻ എളുപ്പമല്ലാത്തതും എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ളതുമാണ്. ഇപ്രകാരം അയാൾ കാണാൻ കഴിയാത്തതിനെ ധ്യാനിക്കുവാൻ തുടങ്ങി. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള അയാളുടെ അന്വേഷണത്തിൽ നിന്ന് ഉണ്ടായതാണ്. അവ യാഥാർത്ഥ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെയും തൻ്റെയും സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഉള്ളവയായിരുന്നു. വളരെ കാലം ദൈവം പുറത്തുള്ള ഒരു സത്തയായിരുന്നു. മനുഷ്യൻ അഗ്നിയും വായുവും ഉൾപ്പെടെ പുറത്തുള്ള ദൈവങ്ങളെ ആരാധിച്ചു. ഈ സത്തയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയെ അടിസ്ഥാനമാക്കി പല ആവിഷ്കരണങ്ങളും ഉണ്ടായി. പിന്നെ പ്രത്യേക ദേവതകൾക്കായി പ്രത്യേക മന്ത്രങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ അത് ശുഭകരമായ ഫലം നൽകുമെന്ന് സ്ഥാപിക്കപ്പെട്ടു. മനുഷ്യൻ സാവധാനം സൃഷ്ടിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. താമസിക്കാതെ മനുഷ്യൻ്റെ സവിശേഷ ശ്രദ്ധ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു. അയാൾ തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കുവാനും മന്ത്രങ്ങളും കീർത്തനങ്ങളും അർപ്പണങ്ങളും മറ്റ് എല്ലാവിധവുമുള്ള അനുഷ്ഠാനങ്ങളും തന്നിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കാണുവാനും തുടങ്ങി. ഇത് മനനത്തിലേക്കും ധ്യാനത്തിലേക്കും നയിച്ചു. തുടർച്ചയായ പരിശീലനത്തിലൂടെ അന്വേഷകൻ അന്വേഷിക്കപ്പെടുന്നവനായി തീർന്നു. സാധകൻ ഗുരുവായി തീർന്നു. വേദകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ പ്രകൃതിയുടെ സൂക്ഷ്മതകളുമായി ഇണങ്ങിയിരുന്നു. അവർ പ്രകൃതിയെ അതിൻ്റെ ഋതുക്കളോടും ജന്തുസസ്യവർഗങ്ങളോടും കൂടി മനസ്സിലാക്കി. എന്തൊക്കെയാണ് മാരകമെന്നും എന്തൊക്കെയാണ് സൗഖ്യപ്രദമെന്നും അവർ തിരിച്ചറിഞ്ഞു. അവർ പ്രകൃതിയുമായും ജീവജാലങ്ങളുമായും സഹവർത്തിച്ചു. അവർ പ്രകൃതിയെ ബഹുമാനിക്കുവാൻ പഠിച്ചു. ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് അതിനോട് അനുവാദം ചോദിക്കുക പോലും ചെയ്തു. അവർ ഒരിക്കലും മൂപ്പെത്താത്ത ഒരു മരവും മുറിച്ചില്ല. പ്രായം ചെന്നവയും വളരെ കാലം ജീവിച്ചവയും മരണത്തിന് അടുത്തവയുമായ മരങ്ങളെ അതിനായി തിരഞ്ഞെടുത്തു. മുറിക്കുന്നതിന് മുമ്പ് ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് അവയെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ വകതിരിവില്ലാതെ ജീവനെ നശിപ്പിച്ചിരുന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദേവതാപ്രീതിക്കായി നരബലി തുടങ്ങിയ അങ്ങേയറ്റം ക്രൂരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന അപരിഷ്കൃത വർഗങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മനുഷ്യൻ തൻ്റെ മിക്കവാറും അസുഖങ്ങൾ പ്രകൃതിയുമായുള്ള സഹവർത്തിത്വത്തിലൂടെ കൈകാര്യം ചെയ്തിരുന്നു എന്ന കാര്യം ഞാൻ ഊന്നിപ്പറയുകയായിരുന്നു.
ജീവിതത്തിൻ്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാൻ തുടങ്ങിയതു മുതൽ എല്ലാ ജീവിതത്തിനും പിന്നിലുള്ള ഒരു ഏകീകരണ ഘടകത്തെ മനുഷ്യൻ മനസ്സിലാക്കി. ഏകീകരിക്കുന്ന ഘടകത്തെയും അതിൻ്റെ സ്വഭാവത്തെയും സഹജമായ സവിശേഷതകളെയും അയാൾ മനനം ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ സിദ്ധാന്തങ്ങൾ ആവിർഭവിച്ചു. പല വ്യത്യസ്ത ധാരണകളും വേരുപിടിച്ചു. ചിലവ വളരെ ഉദാത്തവും ചിലവ വളരെ ബാലിശവും ആയിരുന്നു. ഭാരതത്തിൽ വേദാന്തം ഉണ്ടായി. ഉപനിഷത്തുകൾ വളരെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് പോലും പ്രതിപാദിച്ചു. ഗുരുക്കന്മാരായി തീർന്ന അന്വേഷകർ വികസിച്ചു വരുന്ന തലമുറകൾക്കായി സാരവത്തായ സംഭാവനകൾ നൽകി. അവർ തങ്ങളെ തന്നെ തിരിച്ചറിയുകയും അവരവരെ മനസ്സിലാക്കുവാൻ ജനസമൂഹത്തെ സഹായിക്കുകയും ചെയ്തു. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതീതമായുള്ള ശക്തിയെ അവർ തിരിച്ചറിഞ്ഞു. അഹംബോധത്തെയും അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവർ ആത്മാവിലേക്കെത്തി. ആത്മാവിൽ കൂടി അവർ പരമാത്മാവിൻ്റെ സൃഷ്ടാവിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി. പിന്നീട് അവർ സൃഷ്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉയർന്ന മണ്ഡലങ്ങളെ അറിയുകയും അവയിൽ സ്വയം സ്ഥാപിക്കുകയും ചെയ്ത മഹാഗുരുക്കന്മാർ ഇപ്രകാരം വിശദീകരിച്ചു: പരമ ആത്മാവ് ഒന്നേയുള്ളൂ, പരമോന്നതനായ പിതാവ്. എല്ലാ ദ്വൈതങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. അദ്ദേഹം ലിംഗഭേദം ഇല്ലാത്തവനാണ്, ആകൃതിയില്ലാത്തവനാണ്, വർണ്ണമില്ലാത്തവനാണ്. അദ്ദേഹം ശുദ്ധമായ പ്രകാശമാണ്. അദ്ദേഹത്തിൽ നിന്ന് സൂക്ഷ്മാകാശമുണ്ടായി. സൃഷ്ടികളിൽ ഏറ്റവും സൂക്ഷ്മമായത് അതാണ്. സൂക്ഷ്മ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിൽ നിന്ന് തീയുണ്ടായി. തീയും വായുവുമായുള്ള സമ്പർക്കത്തിലൂടെ വെള്ളമുണ്ടായി. വെള്ളത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. ഈ പഞ്ചഭൂതങ്ങളായിരുന്നു സൃഷ്ടിക്ക് ആധാരം. ദേഹം നശിക്കുമ്പോൾ ഈ 5 ഘടകങ്ങളും സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകും. ഒരാൾ മരിക്കുമ്പോൾ ആദ്യം സൂക്ഷ്മാകാശം ശരീരത്തെ വിട്ടുപോകുന്നു, പിന്നെ ശ്വാസം അഥവാ വായുവും, പിന്നെ അഗ്നിയും. വെള്ളം വറ്റിപ്പോവുകയും ശരീരം ശുഷ്കിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സ്ഥൂല ശരീരമായ ഭൗമാംശം ശിഥിലമാവുകയും തിരിച്ച് ഭൂമാതാവിൽ ലയിക്കുകയും ചെയ്യുന്നു. പരബ്രഹ്മം ആഹ്ലാദിച്ചു. അടിത്തറ ഉണ്ടായിക്കഴിഞ്ഞു. ഈ അടിത്തറയെ വെച്ചുകൊണ്ട് സൃഷ്ടിക്കായുള്ള കോടാനുകോടി സാധ്യതകൾ സംഭവ്യമായി. അങ്ങനെ ആപേക്ഷികത അടിസ്ഥാനമായി ഉണ്ടായി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയാണ്. അവബോധം മനുഷ്യന് അളവറ്റ ജ്ഞാനമുണ്ടാക്കി. അയാൾ വാസ്തവവും അവാസ്തവവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ തുടങ്ങി. ഓരോ ജീവിതത്തിനും പിന്നിലുള്ള ദൈവിക നാടകം കാണുവാൻ തുടങ്ങി. പുരോഗതി അനിവാര്യമായിരുന്നു. മൃഗങ്ങളും മനുഷ്യവർഗവും. ചോദ്യം: മൃഗങ്ങൾ സാധാരണയായി ഒരു നിശ്ചിത രീതിയിൽ ഒരു നിർദ്ദിഷ്ട ജീവിതം നയിക്കുന്നു. മനുഷ്യവർഗം ഏതു വിധത്തിലാണ് വ്യത്യസ്തമാകുന്നത്? ഉത്തരം: മനുഷ്യവർഗം വ്യത്യസ്തമാണെന്ന് ആരാണ് പറഞ്ഞത്? നമ്മിൽ അധികം പേരും നിർദ്ദിഷ്ടമോ മുൻകൂട്ടി രൂപം നൽകിയതോ ആയ രീതിയിൽ ജീവിക്കുന്നു. ജനനം, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, വാർദ്ധക്യം, മരണം, ഈ വിധത്തിലാണ് ജീവിതം കടന്നു പോകുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുകയാണെങ്കിൽ നാം അസാധാരണന്മാരായി കരുതപ്പെടും. ഈ രീതിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ മറ്റെന്താണ് ചെയ്യാനുള്ളത്? ഞാൻ പറയുന്നത് മനുഷ്യവർഗത്തെക്കുറിച്ച് മൊത്തത്തിലാണ്. വ്യത്യസ്തരാകാൻ നിശ്ചയിച്ച കുറച്ചുപേർ ഉണ്ടാകും. അവർ നമുക്ക് പൊരുത്തപ്പെടാനാകാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. നമുക്ക് തടസ്സം കൂടാതെ സമാധാനമായി ജീവിക്കുവാനായി കഴിയുന്നത്ര നേരത്തെ നാം അവരെ കൊല്ലുന്നു. അവർക്ക് വേണ്ടി നാം നിർമ്മിച്ച ചട്ടക്കൂടിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ സന്ദർശക മുറിയുടെ ചുമരിനെ അലങ്കരിക്കുന്ന മരിച്ചുപോയവരെ വാഴ്ത്തുവാൻ നമുക്ക് വലിയ താല്പര്യമാണ്. നമ്മുടെ വികാസതലത്തിൻ്റെ സൂചനയെന്ന നിലയ്ക്കുള്ള നമ്മുടെ വ്യക്തിപരമായ രുചിയിലേക്ക് അവർ മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു. പ്രതീക്ഷകൾ കൂടാതെ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രേരണ കൊണ്ട് മാത്രം തങ്ങൾക്കുള്ളതെല്ലാം നമുക്ക് തന്ന ജീവിച്ചിരിക്കുന്നവരെ നാം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതും മനുഷ്യ സ്വഭാവമാണ്. നന്ദികേട് മനുഷ്യ സ്വഭാവമാണ്. മൃഗങ്ങൾ സാധാരണയായി കൃതജ്ഞതയുള്ളവരാണ്. അവയ്ക്ക് കഴിയുന്നതുപോലെ അവ നന്ദി പ്രകടിപ്പിക്കുന്നു. നാമോ വ്യക്തിപരമായ ശ്രേയസ്സിനു വേണ്ടി ആരെയും ചവിട്ടി മാറ്റാൻ നമുക്ക് മടിയില്ല. അതുകൊണ്ട് ആരാണ് മറ്റുള്ളവരേക്കാൾ നല്ലവനായിട്ടുള്ളത്? നമ്മുടെ ഉയർന്ന ബുദ്ധിശക്തി കൊണ്ട് എന്താണ് പ്രയോജനം? കാട്ടിൽ ഹിംസ്രജന്തുക്കളും ഇരകളും ഉണ്ട്. നമ്മുടെ സമൂഹത്തിലും വേട്ടക്കാരും ഇരകളുമുണ്ട്. ദുർബലരായവരും ഓടി രക്ഷപ്പെടാൻ കഴിയാത്തവരും ഇരപിടിയന്മാർക്ക് ഇരകളായിത്തീരുന്നു. സമൂഹത്തിൽ മനോവിഷമം അനുഭവിക്കുന്നവരെ ബുദ്ധിശാലികൾ വിഴുങ്ങുന്നു. പ്രകൃതിയിൽ ഉപരിപ്ലവമായ വശ്യതയുണ്ട്. അഗാധമായ സത്യങ്ങളും ഉണ്ട്. സമൂഹത്തിലും അവയുണ്ട്.
ജീവികളെല്ലാം വാസ്തവത്തിൽ ഒരുപോലെയാണ്. മനുഷ്യൻ്റെ ഉയർന്ന ബുദ്ധിശക്തിയും വികാരങ്ങളെ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവും മാത്രമാണ് വ്യത്യാസം. മൃഗങ്ങൾക്ക് കാപട്യമില്ല, മനുഷ്യർ നല്ല അഭിനേതാക്കളാണ് എന്ന് മാത്രം. ഒരു മനുഷ്യൻ മറ്റെല്ലാവരേക്കാളും ഉയരുകയും മറ്റ് വളരെ പേർക്ക് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തുവാൻ വെളിച്ചം കാണിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശരിയായ വ്യത്യാസം സംഭവിക്കുന്നത്. ഇതിനർത്ഥം ഒരു മനുഷ്യൻ തന്നിൽ തന്നെ ദൈവത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവീകത നേടുമ്പോൾ മാത്രമേ ശരിയായ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ എന്നാണ്. എല്ലാവർക്കും ഇതിലുള്ള അന്തർലീനമായ കഴിവുണ്ട്. അല്ലാത്തപക്ഷം കാട്ടിലുള്ള വിവിധ ജന്തുക്കൾ തമ്മിൽ ഉള്ളതുപോലെ ബുദ്ധിശക്തിയിലും പ്രകടിപ്പിക്കുവാനുള്ള കഴിവിലുമുള്ള തോതിൻ്റെ വ്യത്യാസം മാത്രമായി അത് ചുരുങ്ങുന്നു. മനുഷ്യർക്ക് മൃഗങ്ങളുടേതുപോലെയുള്ള ജീവിതരീതി തന്നെയാണ് ഉള്ളത്. മൃഗങ്ങളിൽ നിന്ന് അത് വളരെ പ്രത്യക്ഷമാണ്. അവ ജനിക്കുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, ആവശ്യമായി വരുമ്പോൾ മാറിപ്പാർക്കുന്നു, കൂട്ടങ്ങളായി താമസിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, കുട്ടികളെ ജനിപ്പിക്കുന്നു, തളരുന്നു, മരിക്കുന്നു. മനുഷ്യരും അതുതന്നെ ചെയ്യുന്നു, എന്നാൽ കുറച്ചുകൂടി പരിഷ്കൃതമായ രീതിയിൽ ആയിരിക്കുമെന്ന് മാത്രം. മൃഗജന്മത്തിനും മനുഷ്യജന്മത്തിനും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം മനുഷ്യർക്ക് ആത്മജ്ഞാനം നേടുവാനുള്ള അവസരം ഉണ്ടെന്നതാണ്. ജ്ഞാനമോ മനനമോ ധ്യാനമോ മൃഗങ്ങൾക്ക് ചിന്താവിഷയമല്ല. അവ പ്രകൃതി അവയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള മാതൃക പിന്തുടരുക മാത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ മനുഷ്യനും നിസ്സഹായനാണ്. അയാൾ തൻ്റെ പ്രവൃത്തിയുടെ കർത്തൃത്വം തനിക്കാണ് എന്ന മിഥ്യാധാരണ പുലർത്തുന്നു. ഞാൻ അത് ചെയ്തു, ഞാനില്ലെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്ന് അയാൾ എപ്പോഴും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. കർത്തൃത്വം അഹങ്കാരമായി തീരുന്നു. അഹങ്കാരം ഒരു ഭാരവും പുനർജന്മത്തിനുള്ള കാരണവുമായി തീരുന്നു. ഇഹലോക ജീവിതത്തിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ഇത് ജീവിതത്തിൻ്റെ മറ്റൊരു തലമാണ്. ഇതിന് സാന്ദ്രത കൂടും. സാന്ദ്രത കൂടിയ തലം എപ്പോഴും അയഥാർത്ഥമാണ്. അതുകൊണ്ട് മനുഷ്യൻ എല്ലായ്പ്പോഴും ദ്വൈതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അയാൾ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടയിൽ ആടിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനത്തെ തേടി അയാൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. സ്ഥലം മാറിയതുകൊണ്ടും സമാധാനം ഉണ്ടാകുന്നില്ല. പിരിമുറുക്കം മാത്രം ഉണ്ടാകുന്നു. വിദേശവാസം സഹായകമാകുന്നില്ല. ലഹരിദ്രവ്യങ്ങൾ പ്രയോജനം ചെയ്യുന്നില്ല. ബന്ധങ്ങൾ സമാധാനം തരുന്നില്ല. ചിലർ ധ്യാനത്തിലേക്ക് തിരിയുന്നു. മനസ്സ് എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ധ്യാനവും ഫലിക്കുന്നില്ല. സത്വര പരിഹാരം ആഗ്രഹിച്ച് ചിലർ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ അവരോട് പറയുന്നു. വ്യാജ ഗുരുക്കന്മാരാകട്ടെ അവരുടെ പണം കൈക്കലാക്കുകയും അവരെ കൂടുതൽ ദുരിതത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. ഒരേ ഒരു വ്യത്യാസം മാത്രം. നാം മൃഗങ്ങളെക്കാൾ പരിഷ്കൃതരാണ്. എന്നാൽ അവയ്ക്ക് നമുക്കുള്ളതുപോലെ അത്രയധികം വേവലാതികളില്ല. മനുഷ്യൻ അവയെ കെട്ടിയിടുന്നു, പീഡിപ്പിക്കുന്നു, കൊല്ലുകയും ചെയ്യുന്നു. മനുഷ്യൻ അവയ്ക്ക് ക്ലേശം നൽകുന്നു. അവയെ വെറുതെ വിടുക. പ്രകൃതി അവയെ പരിപാലിച്ചുകൊള്ളും. ജയ് മോഹൻജി. താങ്ക് യു.